ധനഹ 3-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 47 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിൻ്റെ സാക്ഷ്യം. തിരുനാളിന് ജെറുസലേമിലെത്തിയ യേശു അവിടെ അജകവാടത്തിനരികെ ബെത്സൈദ കുളക്കടവിൽ 38 വർഷമായി കിടപ്പിലായിരുന്ന ഒരു തളർവാദ രോഗിയെ സാബത്ത് നാളിൽ സുഖപ്പെടുത്തുകയും കിടക്കയുമെടുത്ത് നടക്കാൻ പറയുകയും ചെയ്തതിനാൽ യഹൂദ നേതാക്കൾ അവനെ വധിക്കാൻ പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവാണെന്ന് വിളിക്കുകയും ചെയ്തു. അതിനാൽ തൻ്റെ ദൈവത്വത്തെ തെളിയിക്കുവാൻ അവൻ നടത്തിയ 7 സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. അവൻ്റെ തന്നെ വാക്കുകളാണ് ഒന്നാമത്തെ സാക്ഷ്യം. പരിശുദ്ധാത്മാവ് സ്നാപക യോഹന്നാൻ, അവൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, വിശുദ്ധ ലിഖിതങ്ങൾ, നിയമദാതാവായ മോശയുടെ സാക്ഷ്യം എന്നിവയ്ക്കാണ് മറ്റ് സാക്ഷ്യങ്ങൾ. ഇതിൽ ഇന്ന് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ലിഖിതവും മോശയുടെ സാക്ഷ്യവുമാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജീവന്റെ വചനത്തിൽ അവർ വിശ്വസിക്കുന്നില്ലെങ്കിലും യേശു തന്നെയാണ് ആ വചനം എന്ന് അംഗീകരിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിലും അവനായിരിക്കുകയില്ല അവരെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും, മറിച്ച് അവർ പ്രത്യാശ അർപ്പിക്കുന്ന മോശ തന്നെയായിരിക്കും. കാരണം പഞ്ചഗ്രന്ഥിയുടെ രചയിതാവായ മോശ തന്നെ യേശുവിനെ കുറിച്ച് മുൻകൂട്ടി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10-ാം വാക്യം, നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവർ നിരാകരിച്ചതിനാൽ മോശ തന്നെ അവരെ കുറ്റപ്പെടുത്തും. മോശയെ ബാഹ്യമായി ഏറ്റുപറയുകയും അവൻ സാക്ഷ്യം നൽകിയ യേശുവിനെ നിരാകരിക്കുകയും ചെയ്യുന്നതിന് കാരണം അവർ അവരുടെ തന്നെ മഹത്വം അന്വേഷിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം നിരാകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്.